കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു NNMC-യുടെ ഒരു വീഡിയോ. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് പേര് നമുക്ക് ഡൗട്ട് ആയിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. NNMC-യുടെ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ ആ ഡൗട്ടുകൾ നമ്മൾ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയി, ചെറിയൊരു വീഡിയോ ആണ്, ജസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യുന്നു. NNMC-യുടെ ഓരോ എയിംസും അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തത്. അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മളൊരു പോയിന്റ് പറഞ്ഞിരുന്നു, നാഷണൽ ലെവൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. സോ അപ്പോ അത് ഒരുപാട് പേര് ചോദിച്ചു, നാഷണൽ ലെവൽ എക്സാമിനേഷൻ എഴുതുകയെന്ന് വെച്ചാൽ നമുക്ക് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എക്സാമിനേഷൻ എഴുതണോ എന്നുള്ളതാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഈ ഒരു ബില്ല് NNMC-യുടെ ഒരു ബില്ല് പാസ്സായി, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വർഷം ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളൊരു അപ്ഡേറ്റ് ഒഫീഷ്യലി അത് വന്നിട്ടുണ്ട്, പക്ഷെ അത് ഒരു കൺഫർമേഷൻ അതിൽ ഇല്ല. പക്ഷെ ഈ ഒരു നാഷണൽ ലെവൽ എക്സാമിനെ പറ്റി അതിനകത്ത് കൊടുത്തിരിക്കുന്നതിന്റെ എന്താണ് അതിന്റെ ഒരു എയിം എന്ന് നമുക്ക് നോക്കാം. നാഷണൽ ലെവൽ എക്സാമിനേഷൻ, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു നഴ്സിംഗിനോട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എൻട്രി ലെവൽ എക്സാമിനേഷൻ നിങ്ങൾ എഴുതുന്നുണ്ട്. നീറ്റ് എഴുതുന്നവരുണ്ട്, KCET എഴുതുന്നവരുണ്ട്. ഇതൊക്കെ ഒരു എൻട്രി എക്സാമിനേഷൻ ആണ്. നിങ്ങൾ പഠിച്ച് പാസ് ഔട്ട് ആയി ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സെമസ്റ്റർ എക്സാം, അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാംസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു എക്സിറ്റ് എക്സാമിനേഷൻ ഉണ്ട് എന്നാണ് ഈ NNMC-യിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബില്ല് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സിറ്റ് എക്സാമിനേഷൻ ഉണ്ടാവും. അത് നാഷണൽ ലെവലിലുള്ള എക്സാമിനേഷൻ ആണെന്നാണ് പറയാൻ കഴിഞ്ഞത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഉള്ളവർക്ക് ഒരു ഒറ്റ എക്സാമിനേഷൻ ആയിട്ട് നാഷണൽ ലെവലിൽ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. അതും കൂടെ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇവരുടെ ഒരു എയിം. ഇങ്ങനെ ഒരു എക്സാം നടത്തുന്നതിനുള്ള കാരണം എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷൻ ആൻഡ് ദ പേഷ്യന്റ് സേഫ്റ്റി. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാമിലൂടെ കിട്ടുന്നത്. പേഷ്യന്റ് സേഫ്റ്റി ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മൾ ഓരോ വർഷം പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് എത്രത്തോളം ക്വാളിഫൈഡ് ആണ്, എത്രത്തോളം സ്കിൽഫുൾ ആണെന്നുള്ള അസസ്മെന്റ് കൂടിയാണ് ഈ എക്സാമിനേഷനിലൂടെ അറിയാൻ കഴിയുന്നത്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിലെ അതുപോലെ പല സ്റ്റേറ്റുകളിലെ കോളേജസിന്റെ കമ്പയർ ചെയ്യുമ്പോൾ പല ഡിഫറൻസും കാര്യങ്ങളുണ്ട്. സ്റ്റാൻഡേർഡിൽ ഡിഫറൻസ് ഉണ്ട്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിനൊക്കെ പല ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില്, കേരളത്തില് ഓൾമോസ്റ്റ് കോളേജുകളൊക്കെ അത്യാവശ്യം നല്ല കോളേജൊക്കെ ആണ്. പണ്ട് തൊട്ടേ നല്ല നല്ല കോളേജസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് രീതിയിലാണ് പോകുന്നത്. പക്ഷെ എന്നാലും റയർ ആയിട്ട് കുറച്ച് കോളേജസ് ഒക്കെ ഇതോടെ വന്നിട്ടുണ്ട് ഇതായിട്ട്. അതുകൂടാണ്ട് പുറമെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഉള്ള കോളേജസ് ഇത് കുറെ സ്റ്റാൻഡേർഡും കാര്യങ്ങളും ഒന്നും ഫുൾഫിൽ ചെയ്യുന്നില്ല. അതായത് ക്ലിനിക്സ്, ഹോസ്പിറ്റൽ ട്രെയിനിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ നല്ലൊരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനാവുമ്പോൾ ഈ ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും സ്കില്ലും എങ്ങനെ പോയാലും ഉണ്ടാകും. അപ്പൊ അതൊന്നും ഇല്ലാത്ത കുറെ കോളേജസ് ഉണ്ട്. പേഴ്സണലി എനിക്ക് അറിയാവുന്ന കുറെ കോളേജസ് ഉണ്ട്. ഒരു തരത്തിലുള്ള ടീച്ചിങ്ങും ഇല്ല, ക്ലിനിക്സ് ഇല്ല, ട്രെയിനിങ് ഒക്കെ വളരെ മോശമായിട്ട് കിട്ടുന്ന ഒരുപാട് കോളേജസ് ഉണ്ട്. ഒരുപാട് ആ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് വരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കോളേജിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ഈ നാഷണൽ ലെവൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതിനാൽ ഈ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അത് അറ്റൻഡ് ചെയ്ത് അത് പാസ് ആവണം. അത് പാസ് ആകണമെങ്കിൽ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, അവിടുത്തെ എഡ്യൂക്കേഷൻ, അവിടുത്തെ നിങ്ങൾക്ക് കിട്ടിയ ഒരു എഡ്യൂക്കേഷനും അതിന് ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ആ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ ഉള്ളൊരു ഇതുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ്ങും നിങ്ങൾക്ക് കിട്ടിയ ഒരു 4 ഇയർ നിങ്ങൾക്ക് കിട്ടിയ ഒരു എഡ്യൂക്കേഷന്റെ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ്, ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കോളേജിലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, നിങ്ങൾ സെൽഫായിട്ട് കുറച്ച് ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യേണ്ടി വരും. ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷന് വേണ്ടി അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ കൂടെ ആ ഒരു സ്കിൽഫുൾ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് മെയിൻ ആയിട്ട് ഈ നാഷണൽ ലെവൽ എക്സാം ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ ഒരു എക്സാം, അതാണ് ഈ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.